episode of 2025 by Shinigami Studios. Samskarika Weeps by Shinigami Studios. I'm Sahil. Chubair Khan. Gauri Shankar. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നാളിന് ശേഷമാണ് വീഡിയോ ആക്ച്വലി ലൈവ് ആവുന്നത് ബിക്കോസ് a lot of things have happened. Everybody got jobs. So എല്ലാവരും പുതിയൊരു കരിയർ പാത്തിലോട്ടൊക്കെ പോവാണ് ഫോർ ദ ടൈം ബീയിങ്. മീൻവൈൽ നമ്മൾ ഈ സംഭവം റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ആഫ്റ്റർ ഒരു ചെറിയ ബ്രേക്ക്. ഇന്നത്തെ എപ്പിസോഡ് 2024 റീക്യാപ്പ് നമ്മുടെ ഫേവറേറ്റ് അനിമേസ്, കണ്ടിഷ്ടപ്പെട്ട അനിമേസ്, ഇൻസ്റ്റൻസസ്, അനിമേ ന്യൂസ്, ഇവന്റ്സ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. സോ ജുബൈർ ബാക്കി പറയുന്നതാണ്. അപ്പം നമ്മൾ ഇത്തവണത്തെ ന്യൂസുകൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഫ്രീ റൺ, വൺ പീസ് ഫാൻ ലെറ്റർ, ഫ്രീ റണ്ണും വൺ പീസ് ഫാൻ ലെറ്റർ, ഈ രണ്ട് സാധനങ്ങളും വർഷങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ നമ്മുടെ കൺവെൻഷണൽ രീതിയിൽ നിന്ന് അല്ല, കൺവെൻഷണൽ രീതിയിലുള്ളതല്ല, നമ്മളെ ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റിന്റെ ആ ഒരു ലെജൻഡ് പൊസിഷൻ അതിനെ മറികടന്ന് എന്ന് വെച്ചാൽ ML, അതായത് ആനിമേ ലിസ്റ്റിനകത്ത് അതിന്റെ അവരെ എല്ലാം പൊട്ടിച്ചുകൊണ്ട് അവരുടെ ടോപ്പ് ലിസ്റ്റ് ടോപ്പ് 1 ആയിട്ട് വന്നു. IMDb ടോപ്പ് 10 ഫ്രീ റൺ കയറി. IMDb ടോപ്പ് 10നെക്കാളും അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആനിമേ ലിസ്റ്റ്. IMDb ടോപ്പ് 10 ഫ്രീ റൺ കയറി, which is great considering the standard of animes that are coming out right now. ഓക്കെ, ഓൾ സീരീസുകളിൽ നിന്ന് ഫ്രീ റൺ കയറി, മൊത്തം സീരീസ് ഫ്രീ റൺ കയറി. ലൈക്ക് അത് മറ്റേ സെലിബ്രേറ്റ് ചെയ്യേണ്ട സംഭവമാണ്. സോ ഫ്രീ റൺ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് വാച്ച് കംപ്ലീറ്റ്ലി ന്യൂ. എടാ ഞാൻ മറ്റേ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീല് വന്നു, സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് റീല് കണ്ടു. ലൈക്ക് ഒരു 3000 year old മേജ് ഫൈറ്റിംഗ് ഡീമൺസ് എന്ന് പറഞ്ഞു. കിഡില്ല. ഞാൻ മറ്റേ ഫുള്ളി ആക്ഷൻ കിഡില്ല സാധനമായിരിക്കും എന്ന് കയറി. ഫസ്റ്റ് തൊട്ടൊരു ഈ പേസാണ്, ഇങ്ങനെ പോവുള്ളൂ അനിമേ. പക്ഷേ കിഡിലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാറ്റിക് കോമ്പോസിഷൻസ്, മ്യൂസിക്, ഫ്രെയിംസ് വരച്ച് വെച്ചേക്കുന്നത് ഫുൾ കലയാണ്. മറ്റേ ഫ്ലാഷ് ഫ്രെയിം സംഭവം ഒന്നുമില്ല. സ്റ്റോറി ഭയങ്കര സട്ടില്ല, പക്ഷേ പേസിംഗ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡുണ്ട്. അത്യാവശ്യം ഒരു ലാഗ് ഒന്നുമില്ല. ഈ സ്ലോ ആയിട്ട് ഉള്ളൊരു ഒരു മെലൻകലി സാധനം ആണെന്നുണ്ടെങ്കിലും പട്ടാന്ന് പോകും. ഫ്രീ റണ്ണിനെ കുറിച്ച് എപ്പിസോഡ് ഇഷ്ടംപോലെ സാധനം ഉണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് കിടിലൻ സാധനമായിരുന്നു. പിന്നെ വൺ പീസ് ഫാൻ ലെറ്റർ എനിക്ക് ഇഷ്ടപ്പെടാത്ത അതിന്റെ അനിമേഷൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, വേറൊന്നുമല്ല, മറ്റേ ഈ എഗ് ഡാർക്കിന്റെ ആ ഒരു അനിമേഷൻ സ്റ്റൈലായിട്ടില്ലായിരുന്ന. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കുറെ ഒരു മൾട്ടിപ്പിൾ ഡയറക്ടേഴ്സ് ആണ് അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ക്രിയേറ്റീവ് ലെവൽസും അതിനകത്തുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സംഭവം. സ്റ്റോറി ഒക്കെ വളരെ ഡിഫറെന്റ് ആയിക്കാം. അതിന്റെ മറ്റേ കളേഴ്സ് ഒക്കെ ഫ്രെയിമിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ആ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആനിമേഷൻ അങ്ങോട്ട് സ്റ്റോറി വൈസ് അതെങ്ങനെ അത് വേറൊരു പെർസ്പെക്റ്റീവ് നമ്മൾ കാണുമ്പോഴേ അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്റ്റോറിയാണ്. അതുകൊണ്ടാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബെസ്റ്റ് ആനിമേ 2024 കിട്ടിയത് നമ്മളിവിടെ ആർക്കും പേഴ്സണലി ഇവിടെ ആർക്കും ഇഷ്ടം അല്ലാതിരുന്നൊരു ആനിമേക്കാണ് ജുജുത്സു കൈസന്റെ സീസൺ 2. അത് എൻറ്റയർലി അത് ഈ പറഞ്ഞ ഫാൻസിന്റെ ഒരു തള്ളിക്കയറ്റം കൊണ്ടായിരിക്കും, പോപ്പുലാരിറ്റി കൊണ്ടായിരിക്കും. അവരത് മോസ്റ്റ് പോപ്പുലർ ആനിമയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം. ദിസ് ഇസ് ബെസ്റ്റ് ആനിമേ 2024 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതും വില്ലൻ സാഗ സീസൺ 2 ഒക്കെ നിൽക്കുന്ന സമയത്ത് വില്ലൻ സാഗ സീസൺ 2 അല്ല, ഫ്രീ റൺ. ഇപ്പം ഈ ഡണ്ടൻ എനിക്കൊക്കെ മനസ്സിലാവുന്നില്ല സാർ. അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ? അത് ഇയർ എൻഡിലാണ്. നെക്സ്റ്റ് ഇയറിൽ വരും. പക്ഷെ വേറെയും കോണ്ടന്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ, പോലെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ബെസ്റ്റ് MC ഒബിയസ്ലി മങ്കി ഡി ലൂഫി കുറെ നാളായിട്ട് റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ഇനിയിപ്പം പ്രോഗ്രസീവ്ലി നമുക്ക് കിടിലൻ കണ്ടന്റേഴ്സ് വരും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പം കാഗുരാബാച്ചി, സാക്കമോട്ടോ ഡേയ്സ്, പിന്നെ കുറെ കിടിലൻ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ MC എന്ന് പറയുന്നത് MC വൈബ് അത്ര ഇല്ലാത്തൊരു, പക്ഷെ കിടിലൻ സ്റ്റോറിയാണ്, മാങ്ക വായിക്കുന്നവർക്ക് അറിയാം. നല്ല നല്ല ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ പുള്ളി പ്രാന്താണ്. വൺ പഞ്ച് മാൻ ഞാനത് അതുമായിട്ട് കമ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ ഈ കരുൺ ഉൾപ്പെടെ ചോദിച്ചായിരുന്നു, വൺ പഞ്ച് മാനുമായിട്ടാ നീ കമ്പയർ ചെയ്യുന്നതാണ്. വായിച്ചു നോക്കിയിട്ട് പറയുന്നത് ഇപ്പൊ മനസ്സിലായി നീ എന്തുകൊണ്ട് കമ്പയർ ചെയ്യുന്നത്. ക്വാളിറ്റി ഓഫ് വർക്ക് അടിപൊളി.
റിയലിസ്റ്റിക് കാർട്ടൂൺ ചെയ്യുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്ലിങ് ബങ് ബങ് ബ്രോക്ക് ദ ഇന്റർനെറ്റ്. അതും നമ്മുടെ മറ്റേ ഇതിന്റെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത് ഒത്തനോക്കെ. അത് രണ്ടും ഒത്തനോക്കെ ഇപ്പൊ ലാസ്റ്റ് ഇയർ എൻഡിലായിട്ടായിരുന്നു. പക്ഷെ അതിനെക്കാളും വലിയൊരു ബൂമായിരുന്നു ബ്ലിങ് ബങ് ബങ്. ആനിമെ കാണാത്തവരും അത് ഇന്റർനാഷണലി പിന്നെ ടിക്ടോക്ക് ട്രെൻഡ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വൈറലാണ് സാധനം. അത് കണ്ടേ ഞാൻ മാച്ചിലുണ്ട്, പക്ഷെ എനിക്ക് ദഹിച്ചില്ല അത്രയ്ക്ക്, അതുകൊണ്ട് നീ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഫൺ ആനിമെ. അതിനകത്ത് ഏറ്റവും കൂടുതൽ സീൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു പെണ്ണ് വന്നിട്ട് മറ്റേ ആണുങ്ങളെല്ലാം ഒരുപോലെ ഇപ്പൊ മറ്റേ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് എടുത്തൊരു സൂപ്ലക്സ് കണ്ണൊക്കെ തെള്ളി പുറത്ത് അടിച്ച് കണ്ടു നിൽക്കുന്ന ഒരു ഭ്രാന്താണ്. ഞാൻ മറ്റേ ഇതിന്റെ ആളാണ്, ഇക്വാളിറ്റിയുടെ ആരായാലും എനിക്ക് ഒരുപോലെയാണ്. പിന്നെ ക്രീം ബണ്ണിന് വേണ്ടി എനിക്ക് പലപ്പോഴും സ്വാലി ഓർമ്മ വരും. സ്വാലി എപ്പോഴും പറയുന്നല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ക്രീം ബണ്ണ്. സ്റ്റോറി ഇനി കുറച്ചും കൂടി ഒന്ന് തിക്കാവുന്നുണ്ട്. ഞാനത് മാങ്ക വായിച്ചായിരുന്നു, സ്റ്റോറി കുറച്ചും കൂടി തിക്കാവുന്നുണ്ട് മാഷിലട. പക്ഷെ സ്റ്റിൽ ദ സെയിം ഓൾഡ് സ്റ്റോറി. എനിക്ക് അതിന്റെ ഫ്രം നോബഡി, നമ്മൾ നരൂട്ടോ കണക്ക് ആദ്യം ഒരു നോബഡി ആയിരുന്ന ഒരാള് പിന്നീട് അവനൊരു പോർട്രിജി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒന്ന് മറ്റേ ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന സെറ്റപ്പ് അതും. പിന്നെ നമ്മുടെ എനിക്ക് അത് മോബ് സൈക്കോവും ഇഷ്ടപ്പെടാത്തത് ലൈക്ക് എനിക്ക് അനിമേഷൻ സൈഡിലോട് എനിക്ക് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ആനിമേഷൻ എനിക്ക് ഡോപ്പായിട്ടൊന്നുള്ള സാധനം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വൺ പഞ്ച് മാൻ കണക്ക് തന്നെ MC വരച്ചിരിക്കുന്നതും എല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ടാണ്. പക്ഷെ ഈ പറഞ്ഞ പവർ അപ്പ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം അവന്മാർ അതിന്റെ ഡയമെൻഷൻ ഫുൾ അങ്ങ് ചേഞ്ച് ചെയ്യാൻ. വേറെ കാര്യം പറയട്ടെ, പക്ഷെ എനിക്ക് കമ്പാരിറ്റീവ്ലി സിസ്റ്റർ സെവൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിമിലർ സാധനമാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റർ സെവൻ ചെയ്തേക്കണുണ്ടല്ലോ കുറെ കൂടെ ഇത് രണ്ട് കാർട്ടൂണിഷ് ആസ്പെക്ട് ആണ്. നമ്മൾ മോബ് സൈക്കിൾ നോക്കിയാലും ഈ മാഷിൽ നോക്കിയാലും സിസ്റ്റർ സെവൻ നോക്കിയാലും ഈ ഭയങ്കര കുറച്ച് കാർട്ടൂണിഷ് ആസ്പെക്ട് ആണ്. പക്ഷെ മറ്റേ രാമന്മാർ വരച്ച് വെച്ചിരിക്കുന്ന സാധനം സൂപ്പറാണ്. എന്താ പറയാ 2D ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൺ പോയിന്റ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സിസ്റ്റർ സെവൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് വാച്ച്. നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഇപ്പം മറ്റേ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ സെവൻ. അത് ചൈനീസ് ആണ്, പക്ഷെ ഇറ്റ്സ് നൈസ്. അതിന്റെ എല്ലാ ഡബ്ബും കിടിലാണ്. അതിന്റെ ഇത് ഹിന്ദി ഡബ്ബൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഡബ്ബ് മൾട്ടിപ്പിൾ ലാംഗ്വേജിലെ ഡബ്ബുണ്ട്. ഒരു ഇന്ത്യൻ ഡബ്ബ് ഞാൻ കണ്ടാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിരുന്നു തമിഴ് ഡബ്ബ്. അതിന്റെ തമിഴ് കിടിലുണ്ട്. തമിഴ് ഡബ്ബ് കിട്ടി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ടെലഗ്രാം കിട്ടുമായിരിക്കും. എന്റെ ദൈവമേ, ചെറിയൊരു റീൽ വീഡിയോ ഉണ്ട്, അത് ഞാൻ പറ്റെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. ബനാന നട്ട്സ് എന്ന് പറഞ്ഞ മറ്റേ വിടുന്ന സാധനത്തിന് ചില വാക്കുകൾ യൂസ് ചെയ്യും. അത് നമ്മൾ മറ്റേ ഹരഹര മഹാദേവ മറ്റേ സാധനം കേട്ടിട്ടുള്ളവർക്കറിയാം. மூத்துன கத்திரிக்காய நீ வச்சுக்கோ தம்பி, உன்னோட எலி குஞ்ச நான் எடுத்துக்கவா? பாட்டி கண்டிப்பா பேய் பாட்டி தான். ஆனா சாதா பேய் பாட்டி இல்ல, ஜாக்கு புடிச்ச பேய் பாட்டி. ஒருவேளை நீ அந்த கிழவி கிட்ட மாட்டிக்கிட்டா அவ உன்னை ஒரேடியா தப்பிச்சிடுவா. என்னடா ஆச்சு? பதில் சொல்றா. ഇത് തപ്പാച്ചേ. ആ ടൈപ്പിലാ പറഞ്ഞു പോകുന്നത്. കിടിലാണ് അത്. മറ്റേ കരടിക്കണ്ണാ ഒരു ആനന്ദോ അടിപൊളിയാണ്. ഞാൻ സംഭവം റീൽ സംഭവം പറ്റെങ്കിൽ സൂപ്പർ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബിയസ്ലി നമ്മളെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമകളുടെ ഒരു ലിസ്റ്റാണ്. ഇപ്പൊ നിന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ആനിമകൾ പറയാൻ പറഞ്ഞാൽ അതൊക്കെ പറയും. ഒരു ആർക്കും ആണെങ്കിലും പറയാം, കാരണം പല ആനിമകളും ലോങ് ടേമിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആനിമകളുണ്ട്. വൺ പീസ് ഉൾപ്പെടെ, MH ഉൾപ്പെടെ. വൺ പീസ് എനിക്ക് വലിയ അത്ര ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഐ ലൈക്ക് വിൻലൻഡ് സാഗ ടു ബി ഫെയർ. പിന്നെ എനിക്ക് 2 ഇഷ്ടപ്പെട്ടു. ആർക്കെയിൻ പിന്നെ ഇതിനകത്തുള്ള അല്ലല്ലോ, ബട്ട് യു നോ ലൈക്ക് അനിമേഷൻ ഒരു സംഭവം എന്നുള്ളതിൽ ഐ ലവ്ഡ് ആർക്കെയിൻ. പിന്നെ ഫ്രൈറൻ ഒബ്വിയസ്ലി. ഞാൻ ഫ്രൈറൻ കണ്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടത് വിൻലൻഡ് സാഗയും വൺ പീസും ദന്തതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു.
ദന്തവൻ ആക്ച്വലി എപ്പിസോഡ്സ് കണ്ടിട്ട് ഇപ്പോൾ മാങ്ക വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ വിൻലൻഡ് സാഗ ഒരു വരവായിരുന്നു 2024 ഫസ്റ്റ് സീസൺ കണ്ടു കഴിഞ്ഞിട്ട് ആ സെക്കൻഡ് സീസൺ കാണുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടല്ലേ. ഈ വർഷം ഗിയർ ഫെയർ ഇറങ്ങി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 13 സമയം കൊണ്ട് പോക്കി എനിക്കൊരു പുല്ല് ഓർമ്മിക്കും. പറഞ്ഞ പോലെ തന്നെ വൺ പീസ് അതിന്റെ രസത്തിന് കാണുന്നൊന്നും അല്ലാണ്ട് ഇങ്ങനെ ഒരു ഫേവറേറ്റ് ഒരു ഓളത്തിന് വേണ്ടി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കാണാം. എഗ്ഗട്ടിൽ എനിക്ക് ഏറ്റവും ഓർത്തിരിക്കാനാണെന്ന് പറയുന്ന ഒരു ഒറ്റ സീൻ എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുള്ളൂ. അതായത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സോറോ മറ്റേ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി മറ്റേ എഗ്ഗഡാർക്കിന്റെ സ്റ്റാർട്ടിങ്ങില് സോറോ എടുത്ത് കട്ട് ചെയ്യാൻ മറ്റേ കോളം കട്ട് ചെയ്യത്തില്ലേ, ആ സമയത്ത് മറ്റേ നൈസറി നടന്ന് കയറി വരുന്നൊരു വിരക്കുണ്ട്. സോറോ മിക്കപ്പോഴും ആ ഒരു പ്രസൻസ് എല്ലാ ആർക്കെങ്കിലും കൊണ്ടുവരും. പക്ഷെ ആ പ്രസൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സത്യം പറഞ്ഞാൽ സാഞ്ചിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പഴയ നമ്മളെ എനിസ് ലോബിക്കകത്ത് അളിയൻ മറ്റേ ആ ട്രെയിനിനകത്തോട്ട് നടന്നു വരുന്ന സീനറിയോ വലിച്ചു അവന്മാരെല്ലാം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒറ്റ ഇങ്ങനെ ഒരു നിപ്പുണ്ട്. എന്റെ മോനെ അതൊരു അത്ര എനിക്ക് മറ്റേ ഒരു ഓറ എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളത് ആകപ്പാട് ലൂഫി മറ്റേ രണ്ട് യോങ്കോടെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന ആദ്യം അവിടെ മാത്രം. എനിക്ക് പിന്നെ മറ്റേ എഗ്ഗഡില് പിന്നെ മറ്റേ ഇത് മാസം അടിച്ച ലിലിത്തിന് നിന്നിട്ട് എല്ലാരും ഞാൻ ഇടിക്കും. അവിടെ ഒരു പച്ച കളർ തലവളുടെ നിക്കണണ്ട പിന്നെ നീ തുമ്മിയാവുന്നതിനെ എടുക്കും. അത് മാസാണ്. അത് കിടില സീനാണ് ഉള്ള കാര്യം. മറ്റേത് വിഷയമായിരുന്നു അത്. അല്ല അവൻ മറ്റേ ഒരു അനക്കമില്ല നിക്കുന്ന, അതായത് അവൻ അറിയാം വേണോന്ന് വെച്ചാൽ നിന്നെ രണ്ട് തുണ്ടാക്കാൻ പറ്റുമെന്ന്. അല്ല ഇനിയിപ്പോ അവനെ കൊണ്ട് പറ്റിയില്ല അവളെ ഡബിൾ സൂചിച്ചതൊക്കെ. ഓയോ അത് ഓക്കെ. അപ്പോഴും നമ്മള് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡണ്ടർ റണ്ണും ഫ്രീ റണ്ണും. ഞാൻ എന്റെ ടോപ്പ് 5 പോലും സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ വില്ലൻസ് ആകാൻ സീസൺ 2 ഇല്ല. അല്ല നമ്മളത് ആർക്കെയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് 2024 ഇഷ്ടപ്പെട്ട ഒരു സാധനം സീക്രട്ട് ലെവല്. ആ ഇഷ്ടപ്പെട്ടോ നിനക്ക്? കിടിലൻ സാധനം സീക്രട്ട് ലെവലിന്റെ സീസൺ 1 ലേറ്റസ്റ്റ് ഇറങ്ങിയത്. സീസൺ 1 റോബോട്ട്. അതായത് അവരുടെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഗെയിമിംഗ് ആന്തോളജി സീരീസ് ആണ് സാധനം. അതിനകത്ത് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഒരു 8ാമത്തെ 7ാമത്തെ എപ്പിസോഡ് മറ്റേ കിയാനു റീവ്സിന്റെ. എനിക്ക് ആദ്യത്തെ 12 എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പ്രൈമിൽ ഒരു അത് ഏത് ഗെയിമിന്റെ മറന്നുപോയി. മറ്റേ അതായത് ഒരുമാതിരിപ്പെട്ട നമ്മൾ കണ്ടിട്ടുള്ള പരിചിതമായ ഹോളിവുഡ് മുഖങ്ങളൊക്കെ അതിനകത്തുണ്ട്. അവന്റെ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കിയാനു റീവ്സിന്റെ. കിയാനു റീവ്സിന്റെ മറ്റേ ബോംബ് സാധനം. അതുപോലെ തന്നെ വാർഹാമർ 40Kയുടെ എപ്പിസോഡില് ക്യാപ്റ്റൻ ടൈറ്റസിനെ കംപ്ലീറ്റ്ലി അല്ല, അത് ഗെയിം അതിന്റെ ഒരു എപ്പിസോഡ് എല്ലാം ഉണ്ട്. മറ്റേ ഇത് മറ്റേ നമ്മള് ഗെയിം വാക്ക് ത്രൂ ഉണ്ടല്ലോ, വാക്ക് ത്രൂ പോലെയാണ് അത്. അതിനകത്ത് ഹെൻറി കാവലിന്റെ ഒരു ചെറിയ മുഖച്ഛായ ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്യാപ്റ്റൻ ടൈറ്റസിന്. ഫുൾ ആന്തോളജി ഒരുമാതിരിപ്പെട്ട ഹോളിവുഡ് ബിഗ് ഫേസസ് എല്ലാം ഉണ്ട്. കിയാനു അർണോൾഡിന്റെ എപ്പിസോഡ് ചുമ്മാ അത് ഒരു കോമഡി എപ്പിസോഡാ. സീക്രട്ട് ലെവലല്ലേ കാണാം. ടോപ്പ് 2 എന്ന് പറയുന്നത് രണ്ടെണ്ണം ഇതാണ്. എനിക്ക് വില്ലൻസ് ആകെ ടോപ്പ് 5 പോലും ഇല്ല. എനിക്ക് കുറച്ചും കൂടെ സബ്സ്റ്റൻസ് ഉള്ള സാധനങ്ങൾ ഡെഫിനറ്റ്ലി. കാരണം രണ്ടെണ്ണം എനിക്ക് ഞാൻ ടോപ്പ് 1 ഞങ്ങൾക്ക് ചോദിക്കായിരുന്നതാ, എന്നിട്ട് ഞാൻ 2 പറയും. അതുകൊണ്ടാണ് ഞാൻ ടോപ്പ് 2 പറഞ്ഞത്. കാരണം പറഞ്ഞാൽ എനിക്ക് 2 പറയാൻ പറ്റത്തുള്ളൂ. ഈ ഫ്രീ റണ്ണും ഡണ്ടറും തമ്മിൽ എനിക്ക് ഏതാണ് ഇതിനകത്ത് മികച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് നോട്ട് ഇൻ എനി സ്പെസിഫിക് ഓർഡർ. ലൈക്ക് ആർക്കെയിനും ഫ്രീ റൺ എന്നൊക്കെ പറഞ്ഞത് നോട്ട് ഇൻ എനി സ്പെസിഫിക് ഓർഡർ. കാരണം ഇത് രണ്ടുമാണ് ഈ എന്നെ മറ്റേ പിടിച്ചിരുത്തുന്ന കാര്യം കുറച്ച് പാടാണ്. ഈ ബാക്കി മെയിൻ സ്ട്രീം അനിമേസ് എല്ലാം എന്നെ പിടിച്ചിരുത്തുന്ന കാര്യം ഭയങ്കര പാടാണ്. പക്ഷെ ഇത് രണ്ടും എന്നെ ഇരുത്തി കളഞ്ഞു. ടോപ്പ് 1 പറഞ്ഞാൽ ഞാൻ ഡണ്ടറാൻ പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ അനിമയിൽ നിന്നും ഫ്രീ റൺ കണ്ടിട്ടില്ല. ചിലപ്പം അല്ല ഇവര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഒരു കണക്കി പറഞ്ഞ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ടു വില്ലൻസ് ആകെയുടെ സീസൺ 2 നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിലോസഫിക്കൽ ടച്ച് അതിനകത്തുണ്ട് ഭയങ്കരമായിട്ട്. അങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞില്ലേ, പിടിച്ചിരുത്തി അനിമേസിൽ 2 പറഞ്ഞാൽ ടോപ്പ് ഫ്രീ റണ്ണും സെക്കൻഡ് ആർക്കെയിനും ആയിരുന്നു. ആർക്കെയിൻ അവന്മാര് കൊണ്ടുപോയേക്കണുണ്ടല്ലോ. ഈ മറ്റേ ഈ ചില സീനിൽ ഡെത്ത് ഫേസ് ചെയ്യുമ്പം
ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെ മുഖം മാറുന്നതും ആ എക്സ്പ്രഷനും ആ ഫൈറ്റ് കൊറിയോഗ്രാഫി, എൻ്റെ മോൻ എന്ത് സാധനം അത് അടിപൊളിയായിരുന്നു. ഇറ്റ്സ് കണ്ടില്ലെങ്കിൽ കാണാം, അടിപൊളി. അപ്പൊ ഡണ്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈ ഡണ്ടറൻ ബിക്കം ദ ബൂം? എക്സ്ട്രീംലി ഫക്കിംഗ് അൺകൺവെൻഷണൽ ടോപ്പിക്. ദ സ്റ്റോറി ലൈൻ, എടാ ബോൾസ് അടിച്ചോണ്ട് പോയിട്ട് ഏത് MC ആണ് നമ്മൾ നീ പറയുന്ന ആനിമകളെല്ലാം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുതൽ, അല്ലെങ്കിൽ ഇത് പോയിന്റ് അടിക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ഫേവറേറ്റിലോട്ട് ഇങ്ങനെ താന്നതാണ് പോകുന്നത് ഈ ഒരു ലിസ്റ്റ്. അപ്പോൾ ആദ്യം ടോപ്പ് 10 അല്ല ഈ പറഞ്ഞത് തന്നെ ഡണ്ടറനാണ്. ഡണ്ടറനകത്ത് ആനിമേഷൻ ആണെങ്കിലും ആനിമേഷൻസ്, ക്ലാസ്, മ്യൂസിക്, ക്യാരക്ടേഴ്സ്, എല്ലാം എവറിത്തിങ് അബൌട്ട് ഡണ്ടറൻ ഈസ് ഗ്രേറ്റ് ഇൻ മൈ ഒപ്പീനിയൻ. അതുകൊണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇന്നവരെ കാണാത്ത രീതിയിൽ സ്റ്റോറിയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മോറലി ഗ്രേ ആയതോ അല്ലെങ്കിൽ നന്മയുടെ മറ്റേ പാതയായ നായകനോ അല്ല. ഈവൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇതിനകത്ത്, മറ്റേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടങ്ങ് ജയിക്കുന്ന ആ സാധനമല്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഗട്ട്സിന്റെ പടിയാണ് ഫുള്ള്. അതും MC വൈബ് തരുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനല്ല, ഒക്കാറിനല്ല, മോമോ അയാസ. മോമോ എന്റെ ഫേവറേറ്റ് ഫീമെയിൽ ക്യാരക്ടർ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നൊയേലാന്ന്. പക്ഷെ മോമോ അയാസാൻ ജസ്റ്റ് ഓ കിട്ടില്ല. ആ ഒരു MC വൈബ് പുള്ളിക്കാരി തരുന്നത്. ആക്ച്വലി അനിമെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് മറ്റേ പുതിയൊരു സാധനങ്ങൾ, ഇതുപോലത്തെ പുതിയ സാധനങ്ങൾ നമ്മൾ 2025 ഞാൻ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കുറെ നല്ല കിടിലം കണ്ടന്റിങ് ടൈറ്റിൽസും കാര്യങ്ങളും പറഞ്ഞുണ്ട്. നിങ്ങൾ രണ്ടുപേരും മിസ് ചെയ്തൊരു ആനിമയുടെ പേരുണ്ട്, സോളോ ലെവലിംഗ്. എടാ മറ്റേ മാൻവ വായിച്ചേ ലൈക്ക് ആ ഒരു സംഭവമായിട്ട് എനിക്ക് ഒരു അസോസിയേഷൻ ഇല്ല. ഞാൻ ആക്ച്വലി ഒരു 3-4 പ്രാവശ്യം ഫുൾ എൻഡ് ടു എൻഡ് വായിച്ചു തീർത്തായിരുന്നു സോളോ ലെവലിംഗ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു സീരീസ് ആയിട്ട് കാണണം എന്നുള്ള ഒരു ഇതില്ല. കാരണം ഒന്ന് കളർഫുൾ ആണ്, രണ്ട് വായിക്കുമ്പോ കിട്ടുന്ന ഗൂസ്ബംസ്. ഇതിലെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പം ഇന്നലെ റിലീസ് ആയിട്ടുണ്ട്, ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. ഞാൻ കണ്ട് ഞാനത് ഐമാക്സിൽ പോയിട്ട് കണ്ടായിരുന്നു. ഇത് സീസൺ 2 സിനിമ എന്റെ പൊന്നളിയ വിഷയമാണ്. എന്ന് വെച്ചാൽ നീ മാൻവ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ചില സീക്വൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിൽഡ് ആണ്. പക്ഷെ സിനിമ ഇറങ്ങിയല്ലോ. അല്ല അതെന്ന് വെച്ചാൽ അതുകൊണ്ടല്ല, അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ല, നമ്മളിങ്ങനെ പ്രതീക്ഷിക്കത്തില്ല ആ സാധനം ഇങ്ങനെ ആയിരിക്കുന്നു. കാരണം അതിനകത്ത് സാധാരണ മറ്റേ ഈ പറഞ്ഞ അല്ല നോർമലി നമുക്ക് എറൈസ് എന്ന് പറയുന്ന സമയത്ത് പലയിടത്തുനിന്നായിട്ട് നിൽക്കുന്ന ഫോട്ടോ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം ഒരു ഷാഡോ, ആ ഒരു ഫ്രെയിമുകളൊക്കെ ഉണ്ടല്ലോ, എന്റെ പൊന്നേ അനിമേ ഒരു രക്ഷയില്ല സീസൺ 2. പിന്നെ സോളോ ലെവലിംഗ് പീക്ക് ബ്രേക്ക് ചെയ്യത്തില്ല ഒരിക്കലും, എൻഡിൽ മാത്രമേ ഉള്ളൂ ഒന്ന്. ആ സമയത്തൊക്കെ എനിക്കൊക്കെ മറ്റേ 30-32 വയസ്സാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ലാസ്റ്റ് പിന്നെ ഒരു പോക്കുണ്ട്, അതൊരു അടിപൊളിയാണ്. എനക്ക് ഇപ്പം റാഗ്നറോക്കിനകത്ത് വായിക്കുന്നുണ്ടോ റാഗ്നറോക്ക്? അതിനകത്ത് ഒരു സീനുണ്ട്, അതായത് ഇവന്റെ മോൻ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴത്തേക്കും മറ്റേ ഏലിയൻസ് ഒരു ടീം വരും, ഭയങ്കര പവർഫുൾ, ഓവർ പവർഫുൾ. അവന്മാര് മറ്റേ വന്നിരിക്കുന്ന സമയത്ത് മറ്റേ KGF സാധനം, ഒരു സൈഡ് കടല്, മുംബൈ, അതിനിടയ്ക്ക് റോക്കി ബായ്, ഇതിനിടയ്ക്ക് യവൻ വന്നിട്ട് മറ്റേ എർത്തിൽ വരുന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാനെന്നുള്ള സെറ്റപ്പിൽ ഒരു നിപ്പുണ്ട്. ഇവനും ഇവന്റെ മറ്റേ ജൂൺസും എല്ലാം കൂടിയായിട്ടൊരു നിപ്പുണ്ട്. ഓ എന്റെ പൊന്നെ, ഇനി ഇങ്ങോട്ട് പ്രവേശനമില്ല, കൊന്ന് തള്ളയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 അല്ല, ലക്ഷക്കണക്കിനാണ് ടീമുകൾ ഇവന്മാര് വന്നേക്കുന്നത് ഏലിയൻസ്. എല്ലാത്തിനും തള്ളഞ്ഞ് വന്നിട്ട് അതിനകത്തുള്ള മെയിൻ ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ, ഇവനെ മൊത്തം ഇവന്റെ ഷാഡോ ആക്കുകയും ചെയ്യും, ഷാഡോ ആർമിയിൽ പെടുത്തുകയും ചെയ്യും. അത് മാസാണ്. പിന്നെ ഇതിന്റെ ലാസ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്കും മറ്റേ സെലസ്റ്റിയൽ ക്രീച്ചേഴ്സ് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. മോന്റെ കഥ. പക്ഷെ ആ മോന്റെ ഇതിനകത്ത് ഇത്രയും നേരം മോൻ സ്കോർ ചെയ്തത് വെറും ഒരു 7-8 പാനൽ, 10-15 പാനലിനകത്ത് അച്ഛനെ എടുത്തോണ്ട് പോവുക, മോനെ മതി ഇനി ഞാൻ കളിച്ചോളാം, ആ സാധനത്തിലും കൊണ്ടുപോവുക. സോളോ ലെവലിംഗ് വായിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര നൈസ്. സോളോ ലെവലിംഗ് ഒംനിസെന്റ് റീഡേഴ്സ് വ്യൂ പോയിന്റ് വരുന്നുണ്ടെന്ന് പറയുന്നു, വിച്ച് ഇസ് അനദർ ഗ്രേറ്റ് റീഡ്. അത് വായിച്ച് കണക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും സൂപ്പറാണ്. സീസൺ 1 കാര്യം പറയണേ, സീസൺ 1 2024 സോ അതിനെ കുറിച്ച് പറയുകയാണെങ്കിലും വാട്ട് അബൌട്ട് യു? നീ കണ്ടായിരുന്നോ? സോളോ സീസൺ ഞാൻ കണ്ടു. അല്ല 1 കുറച്ച് എപ്പിസോഡ്സ് കണ്ടുള്ളൂ, തീർത്തിട്ടില്ല.
വൈബാണ്. അനിമേഷൻ ഒരു വൈബാണ്, അതും അടിപൊളിയാണ്. പിന്നെ അടുത്തത് ഇപ്പം അത് കഴിഞ്ഞു. അടുത്തെന്ന് പറയുമ്പോൾ എഗ് ഡാർക്ക്. വാട്ട് അബൌട്ട് എഗ് ഡാർക്ക്? അത് എഗ് ഡാർക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് വൺ പീസിൽ വേറൊരു പറയാനുള്ള 25th ആനിവേഴ്സറി ഓഫ് വൺ പീസ് ആയിരുന്നു കഴിഞ്ഞ വർഷം 2024. ഫ്രം 1999 ഒക്ടോബർ 20 ടു 2024 ഒക്ടോബർ 20, 25 വർഷം റണ്ണിങ്. കൺസിസ്റ്റൻസി നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതായത് 24 വയസ്സിലാണ് 22 വയസ്സിലാണ് ഓടയത് എഴുതാൻ തുടങ്ങിയത് കൂടി ആലോചിക്കുകയാണ്. 50 ഈ ജനുവരി 1 തീയതി 2025 50 വയസ്സ് തികഞ്ഞ്. ഞാനാ അതൊന്ന്. എഗ് ഡാർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ എഗ് ഡാർക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറയണ തന്നെ ഒരു സറ്റിൽ വേ അല്ലേ, വാനോടെ കണക്കങ്ങ് കയറിപ്പോയില്ല അത്ര. പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ വാനോ കയറി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കണ്ടന്റ് ചെയ്യാൻ ഇത്ര അനിമേസ് ഇല്ല. വാനോ ഇറങ്ങിയ സമയം കോമ്പീറ്റ് എത്ര അനിമേസ് ഇല്ല. ഇപ്പൊ പുതിയ സ്റ്റുഡിയോസ് വന്നു, പുതിയ ഓഡിയൻസ് സെഗ്മെന്റ് ആയി, പുതിയ കോമ്പീറ്റിംഗ് അനിമേസ് ആയി. വൺ പീസിന് ഒരു ഫാൻ ബേസിന്റെ ടോക്സിസിറ്റി, ആ സംഭവങ്ങൾ, ആ കോൺവെർസേഷൻസ് വന്നു. അതൊരു വശമുണ്ട്. രണ്ടാമത്തെ വശം എന്താണെന്ന് വെച്ചാൽ വാനോയിലെ അതേ ഫൈറ്റിംഗ് പാറ്റേൺസ് എഗ് ഹെഡിലേക്ക് വീണ്ടും വന്നു. ഫ്രഷ്നെസ് ഇല്ല. വാനോ വന്നപ്പോ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ഫ്ലാഷി, അതായത് മറ്റേ കിങ് വേഴ്സസ് സോറോന്റെ ഒക്കെ ഒരു സ്റ്റൈല് തന്നെയാണ് പിന്നെയും പിന്നെ ഡ്രോയിങ് സ്റ്റൈൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ഫൈറ്റിംഗും ആക്ഷൻസും എല്ലാം സിമിലർ ആണ്. വി ആർ നോട്ട് സേയിങ് ഇറ്റ്സ് ബാഡ്. അത് മാത്രമല്ല എഗ് ഡാർക്ക് റഷ്ടാണ് കുറച്ച്. വാനോയുടെ മുമ്പ് ഏതായിരുന്നു? വാനോയുടെ മുമ്പ് വോൾ കേക്ക്. ഹോൾ കേക്ക് എന്ന് വാനലോട്ട് ചാടിയില്ലേ, അപ്പൊ അനിമേഷൻ സ്റ്റൈല് വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊരു ഫ്രഷ് അപ്രോച്ച് ആയിരുന്നു വാനലോട്ട് കയറുമ്പോ. വാനോ എന്ന എഗ്ഹെഡിലോട്ട് വരുമ്പോഴത്തേക്കും അത് തന്നെ ക്യാരി ഓവർ ചെയ്തു. ഇല്ല, ക്യാരി ഓവർ ഇല്ല, അതിനകത്ത് ആനിമേഷൻ നല്ല വ്യത്യാസമുണ്ട്. കാരണം കുറച്ചൊരു ഡാർക്കാണ് ഈ പറഞ്ഞ വാനോയുടെ സ്റ്റൈല്. കുറച്ചും കൂടി ഫ്ലൂറസെന്റ് ഒരു ഇത് വരുന്നുണ്ട് ഈ പറഞ്ഞ എഗ്ഹെഡിലോട്ട് വരുമ്പോഴത്തേക്കും. ആ ഒരു കളർ പാലറ്റും അല്ലെങ്കിൽ ആനിമേഷനകത്ത് വ്യത്യാസമുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം വന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റൈൽ പ്രോപ്പർലി വാനോയ്ക്കകത്ത് ഈ കല്ലെന്നൊക്കെ കാണുന്ന കല്ലിന്റെ ഒക്കെ ഫിസിക്സ് ഉണ്ടല്ലോ, കല്ല് സ്റ്റോൺ, ആ ഒരു ഫിസിക്സ് കുറച്ചുകൂടി അത് നമുക്ക് കല്ലായിട്ട് തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു പേപ്പർ പറക്കുന്ന കണക്കാണ് എനിക്ക് ഇതിനകത്ത് മറ്റേ ഒരു വെട്ടക്കൊട്ട കല്ലൊക്കെ പറക്കുന്നതാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ ഇത് ചെയ്യും എന്തുവെച്ചാൽ നമ്മള് ഫിസിക്സ് അതിനകത്ത് ഭയങ്കര ഒരുമാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കണക്ക് തന്നെ ചില സമയത്ത് ക്യാരക്ടേഴ്സിന്റെ ഫേസ് ഒക്കെ ഭയങ്കര, അത് സിമ്പിൾ പറയുകയാണെങ്കിൽ ലൂച്ചി വേഴ്സസ് ലൂഫി ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇവൻ മറ്റേ നിപ്പില് ഇവരുടെ മുഖത്ത് ഇടിക്കാൻ വരുന്ന ഒരു ഷോട്ട് ഇങ്ങനെ കാണിക്കുമല്ലോ, ആ സമയത്ത് ലൂഫിയുടെ മോന്താണ് ഒരുമാതിരി മറ്റേ നമ്മൾ R15 ഫ്രണ്ട് കണക്കിരിക്കുക. ചേട്ടാ എന്തുകൂടാ വരച്ചു വെച്ചേക്കുന്നത്? സ്പീഡ് കാണിച്ചാണ് സ്പീഡ് കാണിക്കുന്നത്. നീ പറഞ്ഞില്ല? ഞാനല്ലേ പറഞ്ഞത്. ഞാനാ പറഞ്ഞത് വാനോയിൽ നിന്ന് ശരിയാ. അടുത്തത് ഡീമൺ സ്ലെയർ ട്രെയിനിങ് ആർക്ക്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ നല്ല ആനിമേഷൻ ഉള്ള അവാർഡ് കിട്ടിയത് ട്രെയിനിങ് ആർക്കിനാണ്. ആനിമേഷൻ ഒരു ബെഞ്ച് മാർക്ക് കൊണ്ടുവന്ന് തന്നെ കാരണം ഡീമൺ സ്ലെയർ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ക്വാളിറ്റി ബാക്കിയുള്ളവർക്ക് ഇത്രയും പുഷ് ചെയ്യണമെന്നുള്ള തോന്നൽ കൊടുത്തത് ഡീമൺ സ്ലെയർ ആണ്. അത് മാത്രമല്ല ഡീമൺ സ്ലെയറിന്റെ ആനിമേഷൻ കിട്ടില്ല വരുന്ന കഴിഞ്ഞ. പിന്നെ നമുക്ക് അറിയാവുന്ന കണക്ക് തന്നെ മാങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മീഡിയോക്കർ ആയിട്ടുള്ള മാങ്കയാണ് ഡീമൺ സ്ലെയറിന്റെ. വളരെ മീഡിയോക്കർ ആയിട്ടുള്ള ആനിമയാണ് മാങ്കയാണ്. പക്ഷെ അതും ഒരു 7 ചാപ്റ്റർ തികച്ചില്ല ട്രെയിനിങ് ആർക്കെന്ന് പറയുന്നത് മാങ്കയ്ക്കകത്ത്. ആ ഒരു ആർക്കിന് അവർ ഇത്രയും എലാബറേറ്റ് ചെയ്ത് പല ഫൈറ്റ് സീൻസും സ്റ്റുഡിയോ തന്നെ ഉണ്ടാക്കിയല്ലോ. മറ്റേ തെങ്കൻ വേഴ്സസ് തെങ്കനും അവന്റെ പേരെന്നായിരുന്നു മറ്റേ ഡീമന്റെ നമ്മുടെ നായകന്റെ പേര് താഞ്ചിറോ. തെങ്കനും താഞ്ചിറോയും തമ്മിലൊരു മറ്റേ വുഡൻ സോർഡ് ഫൈറ്റ് ഉണ്ട് ട്രെയിനിങ്. അതൊക്കെ ആക്ച്വലി മാങ്കയിൽ അതൊന്നുമില്ല. ആകപ്പാട് മറ്റേ സ്റ്റോണാശിര ഇവരെ മറ്റേ പഠിപ്പിക്കുന്ന കുറച്ച് സീൻസ് അത് മാത്രമേ ഉള്ളൂ ട്രെയിനിങ് ആർക്കായിട്ട്. പിന്നെ എനിക്ക് ഒബനായി മറ്റേ അതിനകത്ത് ഇട്ടടിക്കൂലേ, ഓഫ് അതൊരു അത് കീടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. നീ എന്റെ പെണ്ണിനോട് സംസാരിക്കല. അതേണക്ക് മറ്റേ ഇവൻ വരുന്ന സമയത്ത് സെനിറ്റ്സു വരുന്ന സമയത്ത് സെനിറ്റ്സുവിന്റെ പേര് വിളിക്കുന്നത് ഇവള് നെസുകോ എന്നിട്ട്, അതൊക്കെ ആ കോമഡി സീനൊക്കെ അത്
അതൊരു സത്യം പറഞ്ഞ ഒരു ഗ്ലിംസാ. ഇനി അത് വരുന്നുണ്ട്. എന്റെ ലാസ്റ്റ് ആർക്കിനകത്ത് അതിനൊരു സാധനമുണ്ട്. ഫൈനൽ എപ്പിസോഡ് ഇൻഫിനിറ്റി കാസിൽ ജെൻസ് വീണ സീനില്ലേ, അത് അതില് സെനിറ്റ്സുന്റെ ഫൈറ്റും സെനിറ്റ്സ് കഴിഞ്ഞ ആർക്കിൽ ഇല്ലായിരുന്നു. ഈ ആർക്കില് അവസാനമാണ്. ആ സെനിറ്റ്സുന്റെ ആ ലാസ്റ്റ് സീനിനകത്ത് സെനിറ്റ്സ് അത് മൊത്തം കവർ ചെയ്ത് കളഞ്ഞു. എന്താണ് വരാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനാണ്. എനിക്ക് സ്പോയിലർ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സ്പോയിലർ ഇടാൻ വേണ്ടി സ്പോയിലർ അടിക്കുന്നു എല്ലാവർക്കും അതൊന്നും നമ്മൾ സ്പോയിലർ ചെയ്യുന്നില്ല. കാരണം എല്ലാവരും മറ്റേ നിങ്ങളെ വീഡിയോ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടാലും സ്പോയിലർ ആയി പോകുന്നത്. നമ്മൾ സ്പോയിലർ ഒന്നും ഇട്ടിട്ടില്ല ഇതുവരെ. അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഇതൊരു നമ്മളെ മെയിൻ സ്ട്രീമിനകത്ത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുള്ള സാധനമാണ്. പേര് അപ്പോത്തിക്കരി ഡയറീസ്. ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, കണ്ടു. ഇതിനു മുമ്പ് അപ്പോത്തിക്കരി ഡയറീസ് ഇസ് എ വൺ. അത് ചില ആനിമകൾ മാത്രമേ നമ്മൾ ആനിമെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മാങ്ക വായിക്കണം എന്നുള്ളൊരു ത്വര നമുക്ക് തരത്തുള്ളൂ. ഡണ്ടൻ ആൻഡ് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ത്വര തന്നത്. പക്ഷേ അതേപോലെ ആണ് ഈ പറഞ്ഞ അപ്പോത്തിക്കരി ഡയറീസ്. എനിക്ക് ബാക്കി എന്താ കഥ എനിക്കറിയണം. എനിക്ക് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ ആനിമേഷൻ ഓർ ദ മ്യൂസിക് ഓർ എനിത്തിങ്. ഐ ജസ്റ്റ് വാണ്ട് ടു നോ ദ സ്റ്റോറി. ആ ഒരു രീതിയിൽ ഞാൻ ആ സ്റ്റോറി വായിച്ച് കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പോത്തിക്കരി ഡയറീസിൻ്റെ. ഇറ്റ്സ് വണ്ടർഫുൾ. അതായത് നമ്മൾ മറ്റേ സ്ലോ പേസിൽ ഫ്രീ റൻ്റെ കാര്യം പറയണ ഒരു സ്ലോ പേസിൽ കുറച്ച് തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ പതുക്കെ പോകുന്നൊരു സാധനം അത്. ഇറ്റ്സ് ആക്ച്വലി എ നൈസ് ആനിമെ. കഴിഞ്ഞ തവണ ഞാൻ കണ്ടതിനകത്ത്. നിങ്ങൾ രണ്ടുപേരും കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. നീ ഇല്ല, ഞാനും കണ്ടിട്ടില്ല. അങ്ങനെ കുറെ ഒരുപാട് പേര് കണ്ടിട്ടില്ല. ഞാൻ പലരും ചോദിക്കുന്ന ആരും അത് ഇവിടെ കണ്ടായിട്ട് ഞാൻ അങ്ങനെ വാച്ച് ലിസ്റ്റ് ക്ലിയർ ചെയ്ത് വരുമോ. അത് ഈ പറഞ്ഞ സട്ടിൽ വേലും ഫൈറ്റ് ഇല്ല, ഒരു തേങ്ങ അങ്ങനെയുള്ള ഒരു സാധനവും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടൊരു സ്റ്റോറി പറയണം അവർക്ക്. ഞാനൊരു ഡോക്ടർ സ്റ്റോൺ തീർത്തോട്ടിരിക്കാം. എനിക്കിനി കുറെ ഉണ്ട്. എനിക്ക് റെഡ് ലൈൻ കാണണമെന്നുണ്ട്. പിന്നെ മറ്റേ ഗുന്തം. അടുത്തത് ഗണ്ട. അത് മെക്കൈസ് another story. പിന്നെ ഞാൻ ഒരു 2 എപ്പിസോഡ് ഉണ്ട്, ബെക്ക് മംഗോളിയൻ ചോപ്പ് സ്ക്വാഡ്. വൈബ് സാധനം. അതെന്ന് വെച്ചാൽ എടാ ഇതൊക്കെ മറ്റേ പൊതുവെ ഡിസ്കസ് ചെയ്യപ്പെടാത്ത സാധനമാണ്. ലൈക്ക് ആരും കാണാത്ത ഐറ്റം. അപ്പോത്തിക്കരി ഡയറീസ് ജപ്പാനിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഫേമസ് ആയിരുന്നു അപ്പോത്തിക്കരി ഡയറീസ്. അടുത്തത് കൈജു നമ്പർ 8. ഓ, അതും ഞാൻ മാങ്ക വായിച്ചത് കൊണ്ട് ഞാൻ അനിമയിലോട്ട് ഇങ്ങനെ കടന്നില്ല. കിടിലം. കൈജു നമ്പർ 8 is like on par with whatever anime we have. 2 എപ്പിസോഡ് എന്താണ്ട് ഞാൻ കണ്ടുള്ളൂ. ഇത് ഞാൻ മാങ്ക വായനയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. കൈജു നമ്പർ 8 മാങ്ങ പക്ഷേ ഒരു മൂന്നാമത്തെ ആർക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അതൊന്ന് അണയുന്നുണ്ട് ഈ കൈജു നമ്പർ 8. പക്ഷെ ഓവറോൾ സൂപ്പറാണ്. ഓവറോൾ സൂപ്പറാണ്. പക്ഷെ നമ്മൾ ടിപ്പിക്കൽ സ്റ്റീരിയോടിപ്പിക്കൽ സ്റ്റോറി ആണ് പോകുന്നത്. പിന്നെ ആദ്യം അങ്ങനല്ല, സ്റ്റാർട്ടിങ് അങ്ങനെയല്ല. പിന്നീട് അങ്ങോട്ട് ഫസ്റ്റ് ആർക്ക് അങ്ങനെയല്ല. ഫസ്റ്റ് ആർക്ക് വെരി അൺകൺവെൻഷനൽ. പിന്നെ കണ്ടിട്ട് സൂപ്പർ ഡ്രോപ്ഡ്. ഇത് മാങ്ക ഡ്രോപ്ഡ് ആണ്. അനിമെ കംപ്ലീറ്റഡ്. അനിമെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. മാങ്ക ഡ്രോപ്ഡ് ആണ്. ഒരു സീസണിലുള്ളൂ. അടുത്ത പറഞ്ഞാൽ ഷാങ്ക്രില ഫ്രോണ്ടിയർ. അത് മുടിയൻ ഒന്നും വന്നില്ല. മുടിയൻ കണ്ടിട്ടുള്ള സാധനമാണ്. അല്ലല്ല, ജാപ്പനീസ്. ഷാങ്ക്രില ഫ്രോണ്ടിയർ കിടന്ന സ്റ്റോറി ലൈനാണ്. നിങ്ങൾക്കിപ്പം ഈ പറഞ്ഞ ഇസക്കായി ഒരു സാധനം കാണണമെന്നുണ്ട്, MMORPG അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മസ്റ്റ് വാച്ച് സാധനമാണ് ഷാങ്ക്രില ഫ്രോണ്ടിയർ. നല്ല കോമഡിയും ഉണ്ട്, നല്ല സ്റ്റോറി ഉണ്ട്. മറ്റേ നമ്മള് ബ്രെയിൻ റോട്ട് ഉണ്ട് കുറച്ച്. നമ്മൾ നമ്മൾ ചിന്തിക്കത്തില്ല ഇങ്ങനൊരു സാധനം ഇപ്പം വരുമെന്ന്. ആ സമയത്ത് അത് വരും. നമ്മളെ ഫസ്റ്റ് കാണിക്കുന്നത് തന്നെ അതാണ്. അതായത് ഒരു നടൻ്റെ ഫ്രണ്ടിൽ ഗോഡസ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് നീ ചെയ്ത എല്ലാ നല്ല കാര്യത്തിന് താങ്ക്സ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഭയങ്കര ഇത് ചെയ്യുമ്പോഴത്തേക്ക് ചാടി മോന്തൊക്കെ ഒറ്റ ചവിട്ട, നീയാണ് ഈ പുല്ല് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കാൻ വരുന്നത്. അതായത് ഇവൻ ട്രാഷ് ഗെയിംസ് കളിക്കുന്ന ഒരു കിട്ടുന്ന സാധനമാണ്. പക്ഷേ ഇസക്കായി ഈസ് നോട്ട് മൈ തിങ്. സോ അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ട്രൈ. ഷാങ്ക്രില ഫ്രോണ്ടിയർ കിള്ളമാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലീഷ്യസ് ഡഞ്ചൻ ആണ്. എന്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. ഞാൻ കുറച്ച് സാധനം ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് ബാക്കി കാണണം. ഇസക്കായി ടൈപ്പ്. ഇസക്കായി എന്ന് പറയുമ്പോഴത്തേക്കും ഈ മരിച്ചപ്പുറത്ത് ചെല്ലണോ നിർബന്ധമില്ല കേട്ടോ. ഇസക്കായി ഒരുപാട് പേര് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇസക്കായി എന്ന് പറഞ്ഞാൽ ഒരിടത്ത് മരിച്ച് അല്ലെങ്കിൽ അടുത്ത വേൾഡിൽ പോയാലേ ഉള്ളത്. ജോൺറസിന്റെ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് അനദർ വേൾഡ് അത്രേ ഉള്ള അർത്ഥം ഇസക്കായി ഉള്ളതിന്. അനദർ വേൾഡ് അത്രേ ഉള്ളു. ഈവൻ നമുക്ക് ഫ്രീഡം വേണമെങ്കിലും ഇസക്കായി ആയിട്ട് അനദർ വേൾഡ്. എർത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയോ അല്ല, അങ്ങനെയുള്ള മാജിക്കൽ വേൾഡ്. അതാണ് ഇസക്കായി, അത്രേ ഉള്ളൂ. സോ അതിനകത്ത് നല്ലൊരു മാജിക്കൽ വേൾഡ് ഫാന്റസി ആവൂലടാ. ഫാന്റസിയുടെ സബ് ജോണർ ആണ് സത്യം പറഞ്ഞ ഇസക്കായി. എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ടായി. അടുത്തത് MHA സീസൺ 7.
I don't watch MJ. I don't watch MJ at all. ഞാൻ സീസൺ 7 മറ്റേ ഫൈറ്റ് വരെ ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. പക്ഷെ മാങ്ക പാരലായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ടും പിന്നെ ക്ലൈമാക്സ് വായിക്കുകയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മതിയായി. എന്റെ ക്ലൈമാക്സിന്റെ മാങ്ക ഇവിടെ വന്നപ്പോഴത്തേക്ക് ആരെ സ്പോയിൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് വയറ് നിറഞ്ഞു. ഫസ്റ്റ് ക്ലൈമാക്സ് അത്ര പോരാ. ക്ലൈമാക്സ് ഇൻ എനി കേസ് ബാക്കി പറയടാ. നന്നാവണമെന്നും പറഞ്ഞു. ഓക്കെ, MJ സീസൺ എന്നെ സംബന്ധിച്ചിടത്തോളം, പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാങ്ക വായിക്കുന്നില്ല. എനിക്ക് മാങ്ക വായിക്കാനുള്ള അത്രയും ത്വരയൊന്നും എനിക്ക് തന്നിട്ടുള്ള ഒരു ആനിമേ അല്ല MJ. പക്ഷെ ഫസ്റ്റ് സീസണിൽ ഞാൻ ചിലപ്പോൾ വായിച്ചു വന്നായിരുന്നു. ഫസ്റ്റ് സീസൺ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ബാക്കി വായിക്കും. കാരണം അത്രയ്ക്ക് കിടിലായിരുന്നു ഫസ്റ്റ് സീസൺ എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ സീസണും ആനിമേഷനും പവർ അപ്സ് എല്ലാം നൈസാണ്. പക്ഷേ ഫസ്റ്റ് സീസൺ കുറച്ച് എപ്പിസോഡ് ഞാൻ കണ്ടുള്ളൂ. ഞാൻ 7th സീസണില് ഇവരെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് മറ്റേ അടിയുണ്ടല്ലോ ഈ പറഞ്ഞ നമ്മുടെ ഈ ഓൾ ഫോർ വൺ നമ്മൾ അവന്റെ പേരെന്തായിരുന്നു, ഓൾമൈറ്റിന്റെ ഒരു താഴ്ച ഉണ്ടല്ലോ, ഒരു അവിടെ മുതൽ എനിക്ക് പിന്നെ അത്ര സുഖിക്കുന്നില്ലായിരുന്നു MJ. അതുവരെ കിടിലുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡാണ് ഓൾമൈറ്റ്. ആ ഒരു ബ്രാൻഡ് പോയത് മുതൽ എനിക്ക് അങ്ങോട്ട് കുറച്ച് ഡാർക്കായി. സ്റ്റോറിയിലൊന്നും ഡാർക്കായി. മറ്റേ ഇവന്റെ മറ്റേ ഫ്യൂജിറ്റീവ് ഇതുണ്ടല്ലോ, ഒരു അവിടെ മുതൽ അങ്ങോട്ട് എല്ലാരും വരുന്നു, മറ്റേ ഫ്രണ്ട്ഷിപ്പിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നു. അത് പക്ഷെ അവസാനം ഒരു അർത്ഥവും ഇല്ലാത്ത ഒരു അർത്ഥമില്ലാത്തൊരു സാധനം ആണിന്റെ പ്രശ്നങ്ങൾ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ എൻ്റെ ആയിട്ടുള്ള മാങ്കൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലൈമാക്സിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ഇത്തവണ ക്ലൈമാക്സ് വന്ന് തേഞ്ഞു പോയ സാധനങ്ങളുടെ പേരാണ് ഒന്ന് JJK, ഒന്ന് MJ, 3 ഒഷിനോക്കോ അമാരെ അവസാനം കത്തിക്കൂന്ന് വരെ പറഞ്ഞു. എന്ത് തേങ്ങയാണ് ലെറ്റർ കിട്ടിയല്ലോ, ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. എന്ത് തേങ്ങയാണ് നീ എഴുതി വെച്ചേക്കുന്നത്, അവസാനം കൊണ്ട് ഇങ്ങനെ അവസാനിപ്പിക്കാനാണ് ഇത്ര നാളെ ഞങ്ങളെ ഇതിനകത്ത് ഒരു ചെത്തിയെന്ന് ചോദിച്ചു. ഒഷിനോക്കോയുടെ കാര്യം അങ്ങനെ. അടുത്ത JJKയുടെ കാര്യം ഇങ്ങനെ. പെണ്ണുമ്പിള്ള കഥാപാത്രത്തിന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്നെ ഉണ്ടാക്കിയ. അയ്യോ. അടുത്തത് MJ ആണ്. MJയുടെ കാര്യം പറഞ്ഞു. എൻഡിങ് സ്പോയിൽ ചെയ്യുന്നില്ല. പേഴ്സണലി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അത് ഇഷ്ടപ്പെട്ടവരുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട്. കരുണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. And as a person who was invested in the whole thing, കരുണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമേ തന്നെ പ്രിസൺ സ്കൂൾ. അവൻ സാക്കമോട്ടായിട്ട് കോസ്പ്ലേ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അവനെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണ്. കണ്ണാടിയുണ്ട്, ആ മീശ ഉണ്ട്, വെളുപ്പിക്കണമെന്നേ ഉള്ളൂ. പാടുന്നായിരിക്കുമല്ലോ ഈ പരീക്ഷ ചെയ്യുമ്പോഴത്തേക്കും വെളുത്ത് വരുന്നു. അടുത്ത ഒരു ന്യൂസ് ആണ്, ദ ബോയ് ആൻഡ് ദ ഹെറോൺ ഓസ്കാർ. Again, Miyazaki didn't present at Oscar. നീയൊക്കെ ഓസ്കാർ വെച്ചോണ്ട് എനിക്ക് വേണ്ട നിന്റെ ഓസ്കാർ ആരെങ്കിലും പെട്ടാണ്. അതാണ് പുള്ളിയുടെ മൈൻഡ്. പുള്ളി ഇതിന് മുമ്പ് ഈ പരിപാടി തന്നെ ചെയ്തിട്ടുണ്ട് സ്പിരിറ്റഡ് അവയുടെ സമയത്ത്. അത് അങ്ങനെ ഒരു മനുഷ്യൻ, അതായത് അയാൾ എഴുതുന്ന ക്യാരക്ടറുകളെല്ലാം വേറൊരു കാര്യമുണ്ട്. ഈ ഓസ്കാറിന് പോണത് ഒരു ചെലവാണ്, ഇങ്ങനെ പൈസ ലാഭിച്ചതാണ്. മനസ്സിലായി? ബേസിക്കലി അയാൾ ഇത്രയും കാശ് അവാർഡ് കുറെ അയാൾക്ക് അത്ര ചിത്രം ഉണ്ടെങ്കിൽ അയാൾ തിന്നത്തോലും ഫുഡ് പോലും കഴിക്കത്തില്ല. അയാള് പൈസ കൊടുത്ത് ഫുഡ് കഴിക്കണ്ടത് ചിലപ്പം പറയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് പല ജീവിത സാഹചര്യങ്ങൾ പറഞ്ഞല്ലോ. പുള്ളിക്ക് ഭ്രാന്തനാ പുള്ളി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഡിപ്രസ്ഡ് ഇൻ റിയൽ ലൈഫ് ആൻഡ് ആങ്ഷ്യസ് ഇൻ റിയൽ ലൈഫ്, അല്ലെങ്കിൽ ആനിമേ ലൈഫ്. എഴുതുന്ന കാര്യങ്ങളെല്ലാം കളർഫുൾ ആയിട്ട് ഭയങ്കര അടിച്ചു പൊളി ഇങ്ങനെ ചാടി എല്ലാത്തിലും ഒരു വൈബ് ഉണ്ട്. എന്നിട്ട് റിയൽ ലൈഫിൽ ഐ എം ഡിപ്രസ്ഡ് ഒന്നും. മറ്റേ ഒക്കാറുണ്ട് ലൈഫ് സ്റ്റൈല്. നേരെ തിരിച്ചാ അത് മറ്റേ അതുപോലെ വേറൊരു ഓതർ ഉണ്ടല്ലോ, ജുൻജിത്തോ ആണ്. റിയൽ ലൈഫില് ഭയങ്കര അവന്റെ പൂച്ച ക്യാറ്റ് ഹെയർ ഒക്കെ പടകം എഴുതി വേണ്ട, ഞാൻ ആണ് പറഞ്ഞതുപോലെ തന്നെ അടുത്ത നമ്മൾ പറയുന്നത് ഉസുമാക്കി ജുൻജിത്തോ. അതിന്റെ ഒരു അനിമ ഇറങ്ങി. പിന്നെ ഒരുപാട് കളർഫുൾ ഒന്നുമല്ല, കാണാൻ താല്പര്യമുള്ള നല്ല മാനസികാവസ്ഥയുള്ള ആൾക്കാർ മാത്രം കാണുക. 4 എപ്പിസോഡേ ഉള്ളൂ. 4 എപ്പിസോഡ് സൂപ്പർ സാധനം. സൂപ്പറാണ്. ഫസ്റ്റ് എപ്പിസോഡ് അടിപൊളിയാണ്. സെക്കൻഡ് എപ്പിസോഡ് ആൻഡ് തേർഡ് എപ്പിസോഡ് ഇസ് മേ
ആൻഡ് ഫോർത്ത് എപ്പിസോഡ് ഈസ് ആൾസോ ഗുഡ്. അതെ, വീണ്ടും ഫസ്റ്റ് എപ്പിസോഡിന്റെ ഇതിലേക്ക് വരും. അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് അത്രയും പണിയെടുത്തോണ്ട് ഞങ്ങൾ 2 എപ്പിസോഡ് ഞങ്ങൾ തടഞ്ഞായിരുന്നു. ആകെ 4 എപ്പിസോഡ് കൊണ്ട് മര്യാദയ്ക്ക് അത്രയും നല്ലൊരു ആനിമേഷൻ അല്ല എഴുതി അത്ര നല്ല വരപ്പുള്ള ഒരു മാങ്കയുണ്ട്, അതിനൊന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവില്ലേ. അത് വേറെ വലിയ സംഭവം ഒന്നുമില്ല, മറ്റേ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്, ഒരുപാട് കോൺട്രാസ്റ്റ് ഒന്നും ഇല്ല. അത് മറ്റേ മൂവ്മെന്റ് ഉണ്ടെന്നേ ഉള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാരക്ടേഴ്സിന്. അത് മാങ്ക പാനലാണ് മിക്ക പാനൽസ് തന്നെയാണ്. അവർക്ക് ഏലിട്ടെങ്കിലും അത് ആനിമേറ്റ് ചെയ്തുകൂടാ ഞാൻ ചിന്തിച്ചത്. നല്ല പണിയെടുത്തോടെ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര് ഈ ആനിമേ വേൾഡിൽ നിന്നുള്ള കുറച്ച് പേര് കഴിഞ്ഞോണം മരിച്ച് സ്വാഭാവികമായിട്ടും വർഷങ്ങൾ കഴിയുമ്പോൾ ആൾക്കാർ മരിക്കും, അത് വേറൊരു കാര്യം. പക്ഷെ ഇത് 2024 മരിച്ചിട്ട് മെയിൻ ആള് അക്കിര തൊറിയാമ. നമ്മളതിനൊരു വീഡിയോ ഇട്ടായിരുന്നു അക്കിര തൊറിയാമയുടെ ഡ്രാഗൺ ബോൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ പറ എന്തു അക്കിര തൊറിയാമയുടെ കാര്യം. അത് ഞങ്ങളൊക്കെ കാർട്ടൂൺ നെറ്റ്വർക്കിൽ ആദ്യം കണ്ടു തുടങ്ങിയ ആനിമയാണെന്ന് അറിയാത്ത കണ്ടു തുടങ്ങിയ ആനിമയാണ്. അതെ, ഗോകുവിൻ്റെ മേഘവും വടിയും എല്ലാവരും വേണമെന്ന് ആഗ്രഹിച്ചൊരു സാധനമാണ്. ഗോൾഡൻ നുമ്പേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം കിട്ടിയിരുന്ന വലിയ ഉപകാരമായിരുന്നു. പെട്രോളിൻ്റെ പൈസ ഒക്കെ വെച്ച് നോക്കുവാണേ അതെ. ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു ഹിമാലയനാണ്. അതിൽ നിന്ന് തന്നെ പലർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ. അടുത്തത് ടൊറിയാമ വാസ് എ ഹ്യൂജ് ഇൻസ്പിറേഷൻ ഫോർ എ ലോട്ട് ഓഫ് ആനിമേസ്. നമുക്ക് പുള്ളിക്കാരൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് സീസണെ പലരെയും കാണാൻ പറ്റില്ലായിരുന്നു എന്നുള്ളത് ഒരു വളരെ സത്യമായ കാര്യമാണ്. മെക്സിക്കൻ കാർട്ടൽസിനെ വരെ പിടിച്ചു നിർത്താൻ കഴിവുള്ള അനിമ ആയതുകൊണ്ട്. അതെ. അതേപോലെ തന്നെ ഫ്രീസയുടെ വോയിസ് ആക്ടർ അദ്ദേഹം ഇംഗ്ലീഷ് വോയിസ് ആക്ടറാണ്. ഇംഗ്ലീഷ് വോയിസ് ജാപ്പനീസ് വോയിസ് ആക്ടറാണ്. അതേപോലെ തന്നെ മുട്ടൻ റോഷിയുടെ അത് കഴിഞ്ഞ വർഷം 2023 മരിച്ചായിരുന്നു മുട്ടൻ റോഷിയുടെ. അതുപോലെ തന്നെ DBCയുടെ തന്നെ നറേറ്റർ, ഇംഗ്ലീഷ് നറേറ്റർ, പുള്ളിക്കാരൻ കഴിഞ്ഞ വർഷം മരണപ്പെട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ജാപ്പനീസ് നറേറ്ററിനായിരുന്നു കുറച്ചും കൂടി. ഞാൻ DBC ജാപ്പനീസ് കണ്ടിട്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരി മറ്റേ ഏറ്റവും ലെജൻഡറി വോയിസ് ആക്ടറാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ എന്നിട്ട് വോയിസ് ഇങ്ങനെ. അത് പക്ഷേ റിയൽ ലൈഫ് എക്സാമ്പിൾ ഉണ്ട്. റോണി കോൾമൻ ഉണ്ട്. അയാളെ സൗണ്ട് ടവറിങ് മനുഷ്യനാ. അല്ല നമുക്കത് കേൾക്കാൻ മനസ്സിലാവും ഒരു പെണ്ണിന്റെ ഫീമെയിൽ വോയിസ് ആണ്. അടുത്ത സ്പിരിറ്റയുടെ വോയിസ് ആക്ടറും കഴിഞ്ഞ വർഷം മരിച്ചായിരുന്നു. അങ്ങനെ ഒരു മരണങ്ങള്. പിന്നെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൺ ആനിമേഷൻ അറിഞ്ഞായിരുന്നു. നിങ്ങൾക്ക് അറിയത്തില്ല ഫണ്ണിമേഷന്റെ അത് നിർത്തലാക്കി കഴിഞ്ഞ വർഷത്തോടുകൂടി. സ്റ്റുഡിയോ അവര് ഡ്രോപ്പ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ശ്രദ്ധിച്ചായിരുന്നു. ഫണ്ണിമേഷൻ ഈസ് അതും എത്രയോ വർഷങ്ങളായിട്ടുള്ള 1980-84 ആ റേഞ്ചിൽ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2024 ഫണ്ണിമേഷൻ സ്റ്റുഡിയോസ് നിറഞ്ഞിരിക്കുകയാണ്. ഫണ്ണിമേഷൻ സ്റ്റുഡിയോസ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഡീമൺ സ്ലെയർ, അറ്റാക്ക് ഓൺ ടൈറ്റൻ പോലുള്ള ആനിമേളെ ബാക്ക് ചെയ്തിട്ടുള്ള സ്റ്റുഡിയോ ആണ് ഫണ്ണിമേഷൻ. ആൻഡ് ദേ ജസ്റ്റ് സ്റ്റോപ്ഡ് ഡൂയിങ് ദെയർ വർക്ക്. ഫണ്ണിമേഷൻ അല്ലേ, സാഡ് ഡേ. പിന്നെ നമ്മുടെ ഇത് ഫ്രാങ്കിയുടെ വോയിസ് ആക്ടർ റിട്ടയർഡ്, which is another thing. മറ്റേ JJKയിലെ തോഡോയിന്റെ വോയിസ് ആക്ടറാണ് ഇനി മുതൽ ഏറ്റെടുക്കാൻ പോകുന്നത്. അടിപൊളിയാണ്. കുറച്ച് സമയം പിടിക്കും സെറ്റ് ആവാൻ, ഇച്ചിരി സമയം പിടിക്കും. അതിന്റെ അനൗൺസ്മെന്റ് അടിപൊളിയായിരുന്നു. ഫ്രാങ്കിയുടെ അണ്ടർവെയർ പുള്ളി ഇങ്ങനെ മോസ്റ്റ് അൺഎക്സ്പെക്ടഡ് ഒരു അത് മറ്റേ കോമഡി ആയിട്ടാ. പുള്ളി ഇങ്ങനെ പാത്തൊക്കെ വന്നിട്ട് ഇതെന്നാ പിന്നെ ഞാനെടുത്തോളാം. എടാ ഫണ്ണിമേഷൻ സ്ട്രീമിംഗ് സർവീസ് അല്ലേ? സ്ട്രീമിംഗ് സർവീസ് ആണ്. സ്റ്റുഡിയോസ് ഫണ്ണിമേഷൻ സ്റ്റുഡിയോസ്. ഓക്കെ അല്ല, എന്റർടൈൻമെന്റ് കമ്പനി സ്പെഷ്യലൈസ് റിലീസിംഗ് ഫണ്ണിമേഷൻ ഇതാണെന്തോ. 2024 അതുപോലെ ക്രഞ്ചികളായിട്ട് മെർജായി. ഇത് നിന്നവര് ഫണ്ണിമേഷൻ പേര് ബ്രാൻഡ് നിന്നവിടെ. അതിപ്പോ മെർജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മിക്കതും ആരുടെ പോക്കറ്റിലായിരിക്കും? സോണിയുടെ പോക്കറ്റിലായിരിക്കും. സോണിയാണ് മൊത്തം മേടിച്ചത്. അവര് മറ്റേ മോണോപ്പൊളിയാണ് ഇപ്പൊ വന്നു. സോണി ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അല്ല ഡിസ്നി ആയിരുന്നെങ്കിൽ കോമഡി ആയിപ്പോനായിരുന്നു.
നമ്മൾ എന്താണെന്ന് ഇലാബറേറ്റ് ചെയ്യുന്നില്ല. ഇലാബറേറ്റ് ചെയ്യുന്നില്ല, ഒരിക്കലും ഇല്ല. മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവും. വെജീറ്റ നെജീറ്റ അതൊന്നും പറഞ്ഞില്ല. അതാണ് ഇപ്പൊ 2024 നമുക്ക് കിട്ടിയിട്ടുള്ള ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നതായ റീവൈൻഡുകൾ ഇതൊക്കെയാണ്. ഇത് എന്തിനാ നമുക്ക് എഴുതി വെക്കാതെ നമ്മളെ മനസ്സിൽ ഓടി വരുന്ന കാര്യങ്ങൾ, ലൈക്ക് ഒരു ക്വിക്ക് റീക്യാപ്പ് എന്നൊക്കെ പോലെ ചെയ്യാൻ പറ്റുന്ന 2024 എന്തായിരുന്നു ആനിമയെ സംബന്ധിച്ചിടത്ത്, ആനിമെ വാച്ചേഴ്സ് എന്നുള്ള രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതെ, അതുപോലെ തന്നെ രശ്മിക മന്ദാനിനെ തെറി വിളിച്ച വൺ പീസ് ഫാൻസ്, മറ്റേ മേഗൻ ദി സ്റ്റാലിയന്റെ ജോജോന്റെ എപ്പിസോഡ് കണ്ടിട്ട് 2 ദിവസം മുറിയിൽ നിറങ്ങാത്ത കരുൺ. ഇത് സിനിഗാമി സ്റ്റുഡിയോസിന്റെ റിവൈൻഡ് ആണ്. ഇത് ലാസ്റ്റ് സെഗ്മെന്റ് ആണ്. പിന്നെ നമ്മുടെ 2-3 ഇവന്റുകൾ. അല്ല, പുള്ളിക്കാരത്തി അത് പറഞ്ഞത് കോമഡി തന്നെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. രശ്മി മന്ദാന യുവർ ലൈൻ ഏപ്രിൽ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കണ്ടായിരുന്നു, കിടിലം പടമാണ്. സീരീസ് ആണ്. ഒരു അംബാസഡറിനൊക്കെ ഹയർ ചെയ്യുമ്പോൾ ഒരു സാമാന്യ സ്റ്റാൻഡേർഡ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് അനുമാനിക്കുന്നത്. നമുക്ക് എവിടെ നിന്ന് അവരാധിക്കാനേ പറ്റുള്ളൂ, കമ്പനിയുടെ ഉത്തരവാദിത്തമൊക്കെയാണ്. സ്റ്റിൽ അല്ല, സിനിമ എന്ന് പറയണ്ടായിരുന്നല്ലോ, സീരീസ്. യുവർ ലൈൻ ഏപ്രിൽ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പെട്ടെന്ന് വന്നപ്പോ അങ്ങനെ പറയപ്പെട്ട 2 എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും പറയുമോ? നമ്മളിപ്പോ എന്തോ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും പറയുമോ? പുകയടിക്കുന്ന ജനുവരി അല്ലേ, നല്ല നടപ്പുണ്ട്. മറ്റേ എങ്ങനെ പറഞ്ഞാലും പേപ്പർ ഇട്ടിട്ട് ചൊര ഇറങ്ങുമ്പോ മനോരമ പേപ്പർ ഇട്ടിട്ടാ വരാറുള്ളത്. ഇതാണ് നമ്മളെ ന്യൂസ്. നമ്മുടെ 2024 റീക്യാപ്പ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആഡ് ഓൺ ചെയ്യുന്ന ന്യൂസ് ഉണ്ടെങ്കിൽ ലെറ്റ് us know, comment down and like, share, subscribe, the basic thing. പിന്നെ ഈ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം എന്ന് വരുന്നിരിക്കും. സോ അപ്പോൾ സൈനോറ, ബൈ.